തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ആൻഡ് പവർ എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് നിങ്ങൾക്കായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ഈ വചന കേൾവി ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ ദൈവം തരുന്ന എല്ലാ കൃപയ്ക്കായും ദൈവത്തെ സ്തുതിക്കും. ദൈവനാമം മഹത്വപ്പെടുവാൻ പിന്നെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്തിരിഞ്ഞു നോക്കി നന്ദി പറയുന്നു. അനേക സ്ഥലങ്ങളിൽ അനേകരെ ദൈവവചനം കേൾക്കുന്നു, അനുഗ്രഹിക്കപ്പെടുന്നു, വിടുതൽ പ്രാപിക്കുന്നു. അവർ ഞങ്ങളെ വിളിച്ചു പറയുന്നു. പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കുന്നവരും ആ മേഖലയിൽ ദൈവം കൂടുതലായി പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുന്നു. കഴിഞ്ഞ മണിക്കൂർ ഞാൻ ഓർപ്പിച്ചതുപോലെ നിങ്ങൾ വാട്സാപ്പുള്ള നമ്പറിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ 8281 നേരെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പ് നമ്പർ വിളിക്കണം. അത് നിങ്ങൾക്ക് ആ സമയത്ത് സംസാരിക്കാൻ കഴിയും. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഒരു പ്രാവശ്യം വിളിച്ച് കിട്ടിയില്ലെങ്കിൽ ഭാരപ്പെടേണ്ട. മിസ് കോൾ ഉണ്ടെങ്കിൽ നിങ്ങളെ തിരിച്ച് വിളിക്കാൻ ക്രമീകരണം ചെയ്യും. അല്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടെ വിളിക്കാൻ ദൈവം സഹായിക്കട്ടെ. ഈ മണിക്കൂർ വീണ്ടും ദൈവം നമ്മോട് സംസാരിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യം ഉള്ളതാണ്. ഏത് കാലത്തും ഏത് മേഖലയിലും അതാണല്ലോ നമ്മുടെ ജീവിതത്തിന് നിലനിൽപ്പ്. അതുകൊണ്ട് ദ മോർ യു ക്യാൻ ഹിയർ ദ വേർഡ് ഓഫ് ഗോഡ്, ഇത്രയും കൂടുതൽ ദൈവവചനം കേൾക്കാൻ കഴിയുന്നു. അത് അനുഗ്രഹം. അതിനെ കൂടുതൽ സമയം അതിനുവേണ്ടി ചെലവഴിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വചനങ്ങൾ ഏതെങ്കിലുമൊക്കെ സമയത്ത് കേൾക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഒരുപക്ഷെ ടെലിവിഷൻ ടൈമിങ്ങിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിലും നിങ്ങൾക്ക് യൂട്യൂബിൽ കൂടെ ഫേസ്ബുക്കിൽ കൂടെയൊക്കെ ഇത് ലഭിക്കും. അത് കാണാനും കേൾക്കാനും ശ്രമിക്കണമേ. യൂട്യൂബിലെ വേർഡ് ഇൻ പവർ WORD വേർഡ് ഇൻ പവർ കഴിഞ്ഞിട്ട് ഡോക്ടർ ജോർജ് വർഗീസിനോട് അടിച്ചാൽ നിങ്ങൾക്ക് ഈ മെസ്സേജസ് ഒക്കെ സമയം പോലെ കേൾക്കാൻ പ്രയോജനപ്പെടാം. ഏതെങ്കിലും ഒരു സമയത്ത് അത് ഇത് വിടുതലിന് കാരണമാകും. അത് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം നിർത്തട്ടെ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയൊക്കെ തുറന്നു ആവശ്യമുണ്ട്. ഇതുവരെ നടത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശു ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ ഞങ്ങൾക്ക് വീണ്ടും തിരുസന്നിധിയിൽ അടുത്ത് വരാൻ അനുവാദം തരുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ഈ മണിക്കൂറുകളിൽ പിന്നെ നിന്റെ നാമം മഹത്വപ്പെടുന്ന ശുശ്രൂഷ വെളിപ്പെടണം. അതിനാവശ്യമായ ദൈവകൃപ, സ്വർഗീയ സാന്നിധ്യം, ദൈവശക്തി, ബുദ്ധി, ഓർമ്മ ഒക്കെ തരണേ കർത്താവേ. ദൈവ ജ്ഞാനത്തോടെ നിർത്തണേ കർത്താവേ. സ്തോത്രം. വചനം കേൾക്കുന്നതിന്റെ മക്കളെ ദൈവാത്മാവിൽ സ്പർശിക്കുകയും വചനത്താൽ വിടുതൽ അനുഭവിപ്പാൻ ഇടയാക്കുകയും ചെയ്യണേ എന്ന് പ്രാർത്ഥന. നിന്റെ നാമ മഹത്വത്തിനായി തീർന്ന് സ്വർഗ മഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഇന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ ഉള്ളത് പ്രകാശം തന്നൊരു വേദവചനം ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 18-ാം അധ്യായം 14-ാം വാക്യം. അത് ഞാൻ വായിക്കാം. വാക്യം ഇങ്ങനെയാണ്: ദാവീദ് തന്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ദാവീദിന്റെ കാര്യം അല്ലേ? കഴിഞ്ഞ എപ്പിസോഡൊക്കെ ശ്രദ്ധിച്ചവരുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. ദാവീദിന്റെ പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. തെറ്റുപറ്റിയ ദാവീദ് ദൈവസന്നിധി നിലവിളിക്കുന്നത്, ദൈവം അവനോട് ക്ഷമിക്കുന്നതും, എവിടെയൊക്കെ അത് തെറ്റുപറ്റിയെന്ന് അക്ഷരാർത്ഥത്തിൽ നമ്പറിട്ട് ദൈവത്തോട് ഏറ്റു പറയുന്നത്. അതാണ് ഒരു പ്ലസ് പോയിന്റ് കേട്ടോ. ഞാൻ കഴിഞ്ഞ മണിക്കൂറിൽ ഓർപ്പിച്ചൊന്നും എനിക്കറിയത്തില്ല. നമ്മൾ ദൈവസന്നിധിയിൽ തെറ്റുപറ്റി അത് ഏറ്റു പറയണം. കരുണയുള്ള ദൈവമാണ്. ദൈവം ആ പ്രാർത്ഥന കേട്ട് അവനെ വിടുവിച്ചു. അപ്പൊ അവന്റെ മുന്നോട്ടുള്ള ജീവിതത്തെ ദൈവം അനുഗ്രഹിച്ചു കേട്ടോ. നിങ്ങളുടെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും ഞാൻ ഹിമം പോലെ വെളുപ്പിക്കാമെന്നാ ദൈവവചനം. അരുവിൻ നമുക്കൊമ്മി വാദിക്കാമെന്ന പ്രവാചകൻ യേശയ്യാപ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ വായിക്കും. ഇതൊരു വലിയ ഒരു ധൈര്യമായിരിക്കണം ദൈവസന്നിധിയിൽ അടുത്ത് വരാൻ. നിർമ്മല മനസ്സാക്ഷി ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞാൽ ദൈവം വിടുതലയക്കും, കരുണ കാണിക്കും കേട്ടോ. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പൊ ഇന്ന് വായിച്ച വേദവചനത്തിൽ ഈ വാക്യം നമ്മൾ ഒന്നുകൂടെ ഞാൻ വായിക്കാം. ദാവീദ് തന്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. തിരിച്ചൊന്ന് പറഞ്ഞേ. യഹോവ ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് എന്തുവാ? അവൻ വിവേകത്തോടെ നടന്നു. ഇതാണ് അതിന്റെ മർമ്മം. ദിസ് ഈസ് ദ മിസ്റ്ററി. അത് ഒരു വ്യക്തിക്ക് മാത്രമല്ല, എല്ലാവർക്കും. ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വിവേകം എന്ന് പറയുന്നത് കേവലം ഒരു ചെറിയ വിഷയമല്ല, ബുദ്ധി മാത്രമല്ലത്. അതിനേക്കാൾ ഉയർന്നൊരു സ്റ്റാൻഡേർഡുള്ളത്. അതിൽ ഒരു വിവേകവുമില്ല എന്ന് പറഞ്ഞാൽ
ബുദ്ധിയില്ല, മണ്ടത്തരം കാണി, പൊട്ടത്തരത്തിൽ ചെന്ന് വീഴും. അതൊന്നും സംഭവിക്കരുത്. that anything that they do, that will be wonderful. സങ്കീർത്തനത്തിന്റെ ആരംഭം നമ്മൾ വായിക്കുന്നത് അവർ ചെയ്യുന്നതൊക്കെ സാധിക്കും. അങ്ങനെ ഒരു മർമ്മം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ദൈവം കൂടെ ഉണ്ടെന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ദൈവം തന്റെ പ്രത്യേക പരിപാടിയിൽ ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായി തെരഞ്ഞെടുത്ത ആളാണ് ദാവീദ്. ദൈവത്തെ സ്നേഹിക്കുകയും ദൈവം സ്നേഹിക്കുകയും ചെയ്ത അനുഗ്രഹീതനായ മനുഷ്യൻ. അതുകൊണ്ട് ആ ദൈവത്തിന്റെ സാന്നിധ്യം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഇടക്കാലങ്ങളിൽ ജീവിതത്തിൽ പാകപ്പിഴ വന്നെങ്കിലും അത് ദൈവം മുമ്പാകെ ഏറ്റു പറയാൻ ദൈവം അവനെ സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തിനെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെങ്കിൽ ദൈവപ്രസാദം ഉണ്ടായിരിക്കും. 147 സങ്കീർത്തനം 11 വാക്യം, യഹോവയെ ഭയപ്പെടുകയും അവന്റെ ദയയിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നവരുടെ മേലെ യഹോവ പ്രസാദിക്കുന്നു. ദൈവം പ്രസാദിക്കുന്ന ജീവിതമാണോ എന്നതിനിടയ്ക്ക് ഞാൻ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ തൻ്റെ വചനപ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തണം. അതാണ് നമ്മുടെ മാഗ്ന കാർട്ട, നമ്മുടെ മാസ്റ്റർ പീസ്. വചനം 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 എന്നാത്മാവിൻ ദാഹം തീർപ്പാൻ എന്ന് പാടാറില്ലേ? അരുളുക ദാസരിൽ വരമതിയും. ഈ വചനത്തിന്റെ ശക്തി, അത് മണിക്കൂറുകളും ദിവസങ്ങളും പ്രാർത്ഥന, എന്നും എത്ര ആളായി പ്രസംഗിക്കുന്നല്ലേ. ഇറ്റ്സ് വണ്ടർഫുൾ. അതെ, അപ്പൊ നമുക്കിപ്പൊ ചിന്തിക്കാനുള്ളത്, ദാവീദിനെ വിവേകത്തോടെ നടന്നു. ദൈവം അവനോട് കൂടെ ഉണ്ടായി. ദൈവം കൂടെ ഉണ്ടായിരിക്കുന്നത് കൊണ്ടാണ് വിവേകത്തോടെ. അപ്പൊ ദൈവം കൂടെ ഉണ്ടോ? ഉണ്ടാകണമെങ്കിൽ എന്തോ ചെയ്യണം? അതാണ് നമ്മളിപ്പോ ചിന്തിക്കാൻ പോകുന്നത്. ഒന്നാമതായി നമ്മൾ പരിശോധിക്കുമ്പോൾ അവന് ദൈവത്തിലുള്ള ആശ്രയമായി. ആശ്രയ ജീവിതം, അഭക്തന്മാരേറാത്ത വൻകിരി, ദൈവത്തോടുള്ള ആശ്രയം. മനുഷ്യനൊരു ആശ്രയ ജീവിയാണ്, അറിയാമല്ലോ. ഏത് പണക്കാരനും ആരെയെങ്കിലും ഒക്കെ ആശ്രയിക്കാതെ ജീവിക്കാനൊക്കത്തില്ല. വരട്ടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വായു കൊടുന്ന് മരത്തിൽ ഹി ഗോട്ട് ടു ഡിപ്പെൻഡ് സംബഡി. അപ്പൊ നമ്മുടെ ആശ്രയം ദൈവത്തിലായിരിക്കുന്നതാണ് അനുഗ്രഹം. അങ്ങനെ തെങ്ങും കൊണ്ട് ആശ്രയം വെക്കരുതെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു കേട്ടോ. എന്താ കാരണം? 118 സങ്കീർത്തനത്തിന്റെ 8-9 ഭാഗങ്ങളിൽ പറയുന്നു, നിങ്ങൾ മനുഷ്യനിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യർ. പ്രഭുക്കന്മാരിലും ആശ്രയിക്കരുത്. എന്നെ ആരിൽ ആശ്രയിക്കണം? ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴേ നമ്മുടെ കാര്യങ്ങൾക്ക് ശരിയായ നടത്തിപ്പുണ്ടാകത്തു. കാരണം മനുഷ്യനിൽ ആശ്രയിച്ചുള്ള പ്രശ്നം എന്നാ? സഹായിപ്പാൻ കഴിയത്തില്ല. അവന് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കരുതെന്ന്. മനുഷ്യന്റെ കഴിവും ശക്തിയൊക്കെ ഒരു പരിധി വരെയുള്ളൂ. ഒരു പരിധി വരെ ലോകപ്രകാരം നോക്കുമ്പോൾ മനുഷ്യനെ സഹായിക്കാം കേട്ടോ. പക്ഷേ ആൻഡ് വെൻ യു കം ടു ദ ബിറ്ററസ്റ്റ് മൊമെന്റ് ഓഫ് യുവർ ലൈഫ്, ജീവിതത്തിന്റെ നിർണായകമായ നിമിഷങ്ങളിൽ നീ എത്തിപ്പെടുമ്പോൾ ഒരു മനുഷ്യന് സഹായിപ്പം കാണത്തില്ല. അപ്പൊ ദൈവാശ്രയമുള്ള ഒരു ഭക്തനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഭക്തയായ സ്ത്രീയാണെങ്കിൽ, സഹോദരിയാണെങ്കിൽ, നമുക്ക് ദൈവത്തോടെ ധൈര്യത്തോടെ, കർത്താവേ ഞാൻ നിന്റെ ആശ്രയിക്കുന്നത്, എനിക്ക് വേറെ ആശ്രയമില്ല, നീ എന്നോട് കരുണ കാണിക്കണം എന്ന് പറഞ്ഞാൽ കരുണ കാണിക്കും. ദൈവത്തിലുള്ള ആശ്രയം അത് വലിയ വിഷയം. ദാവീദിന്റെ ജീവിതത്തിന്റെ എല്ലാം നമുക്കറിയാം. യുദ്ധങ്ങളൊക്കെ നടന്നപ്പോൾ പോകുമ്പോൾ ആദ്യം ദൈവത്തോട് ചോദിക്കും, അവന് പോണോ, ഈ പരീക്ഷ ഞാൻ പിന്തുടരണോ എന്നൊക്കെ ചോദിക്കുന്ന പല കാര്യങ്ങളും ശമൂവേൽ പുസ്തകത്തിൽ തന്നെ ഉണ്ട്. കർത്താവ് പറയും, ദൈവം പറയും, പോക്കോ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം, അല്ലേ? അവിടെ പോയിടത്തൊക്കെ വിജയം നൽകിയെന്നും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തും. അപ്പൊ ആശ്രയജീവിയായ മനുഷ്യൻ, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ ആശ്രയം പൂർണ്ണമായി ദൈവത്തിലായിരിക്കട്ടെ. 20 സങ്കീർത്തനത്തിന്റെ 7 വാക്യത്തിൽ വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. എന്താ അറിയാമായിരിക്കുമല്ലോ വാക്യം? ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കും. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും. സം ഇൻ ദ ഹോഴ്സ് ആൻഡ് സം ഇൻ ദ ചാരിയറ്റ്സ്. പക്ഷെ നമ്മളോ, നമ്മുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തി. സങ്കീർത്തനക്കാരൻ പറഞ്ഞു. അതിന്റെ താഴത്തെ വാക്യം, അവർ കുനിഞ്ഞു വീണുപോയി. ആരെ? രഥങ്ങളിലും കുതിരകളിലും ആശ്രയിച്ചവരൊക്കെ വീണുപോയി. ഭൗതിക മണ്ഡലങ്ങളിലെ ആശ്രയത്തെക്കുറിച്ചായി പറയുന്നു കേട്ടോ. That all will get into trouble. All will spoil. എല്ലാം തകർന്നു കുറഞ്ഞു പോകും. ഞാൻ നിന്റെ ആശ്രയം ദൈവത്തിലായിരിക്കുന്നെങ്കിൽ ദൈവം കൈവിടും. ആശ്രയം ദൈവത്തിലായിരിക്കും. ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവത്തിന് സ്തോത്രം.
സങ്കീർത്തന പുസ്തകത്തിൽ ഒത്തിരി ഭാഗങ്ങളിൽ ഈ വേദഭാഗം ഈ വചനം രേഖപ്പെടുത്തും. 56 സങ്കീർത്തനം 3 വാക്യം വായിക്കുമ്പോൾ അവിടെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ജീവിതത്തിൽ ഭയവും ഭയവും ഒക്കെ വരത്തില്ലയോ? ഈസി അല്ലല്ലോ. ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് ഈസി. അവൻ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും, അവന്റെ വചനത്തിൽ പുകഴും എന്നാണ് അവിടെ രേഖപ്പെടുത്തിയത്. ആശ്രയിപ്പാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം അതാണ് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ദൈവമേ, അതിന് ഞങ്ങളെ സഹായിക്കണമേ. ആ ജീവിതത്തിന്റെ വിജയം ആശ്രയ ജീവിതം ദൈവത്തിലായി. ആശ്രയം ദൈവത്തിൽ. ദൈവനോട് കൂടെ ഉണ്ടായിരിക്കാൻ കാരണം അവനെ വിട്ടുപോകാതെ ദൈവനെ കൈപിടിച്ച് നടത്തും. 125 സങ്കീർത്തനത്തിന്റെ 1 ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെയും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം. സിയോൻ പർവ്വതത്തിന് ഇളക്കമില്ല കേട്ടോ, കുലുക്കമില്ല. അപ്പോൾ യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്ര ഉന്നതമായ പ്രൊട്ടക്ഷൻ, കവറിങ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തനുണ്ട്. 91 സങ്കീർത്തനത്തിലോട്ട് വന്നാൽ പിന്നെ അത് മുഴുവനാ അറിയാമല്ലോ. അത്യുന്നതനെ മറവിവസിക്കുന്ന സർവശക്തനെ പാർക്കഴിഞ്ഞ യഹോവയെ കുറിച്ച് അവനുള്ള സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം. പിന്നെ വിടുതലിനെ കുറിച്ച് അതാണ് രേഖപ്പെടുത്തുന്നത്. നിങ്ങൾ വായിക്കണം. ആരം വരുമ്പോഴൊക്കെ ഇത് എടുത്ത് വായിക്കണം. ധൈര്യം തരും, വിടുതൽ ദൈവം തരും കേട്ടോ. അപ്പൊ ഇങ്ങനൊരു ആശ്രയ ജീവിതത്തിന്റെ ഉടമയായിരുന്നു. അവിടെ ഇവിടെ അല്ല, ദൈവം. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയുമായ ദൈവം, നിത്യനും പരിശുദ്ധനുമായ ദൈവം, വിശുദ്ധനും നീതിമാനുമായ ദൈവം, സർവശക്തനായ സർവജ്ഞാനിയായ സർവവ്യാപിയായ ദൈവത്തിന്റെ സന്നിധിയിൽ ആശ്രയം വെച്ച് അടുത്തു വരുന്ന ഒരുത്തനെയും ദൈവം കൈവിടുന്നു. അവനോട് കൂടെ the presence of the living Lord will be with him every time and every time and all the time. എപ്പോഴും ഈ ഉറപ്പ് പ്രാപിക്കണം. സങ്കേതത്തിനും സംരക്ഷണത്തിനും ഒക്കെ അവിടെ ഇവിടെയും പോണ്ട. ദൈവപൈതൽ ചെയ്യേണ്ടത് ദൈവിക സംരക്ഷണമാണ്. ദൈവത്തിന്റെ അനുഗ്രഹം നമുക്കുണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ദാവീദ് വിവേകത്തോടെ യഹോവ അവനോട് കൂടെ ഉണ്ടായിരിക്കാൻ കാരണം അവന്റെ ആശ്രയ ജീവിതം. മുന്നോട്ട് പഠിച്ചു വരുമ്പോ ദാവീദിന്റെ ജീവിതത്തിന്റെ പ്രത്യേകത 143 സങ്കീർത്തനം 5 ഭാഗം എന്താണെന്നറിയാമോ? അവിടെ ദാവീദ് പറയുന്നു, എൻ്റെ പണ്ടത്തെ കാലം ഞാൻ ഓർക്കുന്നു. പണ്ടത്തെ കാലം, പഴയ കാലം കേട്ടോ. എന്നുവെച്ചാൽ എൻ്റെ ആടിനെ മേയിച്ചുകൊണ്ട് നടന്ന കാലം. ഒരു കൊച്ചു തുണിയും എടുത്ത് ഒരു വടിയും പിടിച്ച് യഹൂദിയുടെ മലഞ്ചെരുവിൽ കൂടെ ആടെ എന്നും പറഞ്ഞ് നടന്നൊരു കാലമുണ്ട്. അവിടുന്ന് തമ്പുരാൻ ഇന്ന് ഇവിടെ ആക്കിയിരിക്കുന്ന സിംഹാസനത്തിൽ. പക്ഷെ ഈ ഉന്നതമായ സ്ഥാനത്ത് വന്നപ്പോൾ ഒരു കാര്യം മറന്നില്ല. എൻ്റെ താഴ്ചയിൽ എന്നെ ഓർത്തവനെ അവന്റെ ദയ എന്നേക്കുമുണ്ട്. താഴ്ചയിൽ ഓർത്ത ദൈവം, ദൈവത്തിന് മഹത്വം. ആ ദൈവത്തെ ഓർക്കണം, മറക്കണല്ലോ കേട്ടോ. ഇന്ന് ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ ഞാൻ ചോദിക്കട്ടെ, പണ്ടത്തെ കാലം ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാ, ഒരു 10-40 വർഷത്തിനപ്പുറത്തുള്ള ജീവിതവും ഇപ്പോഴത്തെ ജീവിതവും തമ്മിൽ ഒന്ന് പരിശോധിക്കണം. എത്ര വ്യത്യാസം വന്നല്ലേ. മാതാപിതാക്കൾ എന്ത് കഷ്ടപ്പെട്ടാ വളർത്തിയത്. രാവിലെ എഴുന്നേറ്റ് എത്തപ്പെട്ട് അതിവേഗത്തിൽ കുറെ ആഹാരമൊക്കെ ഉണ്ടാക്കി രാവിലെ കഴിക്കണം, ചോറ് കൊടുത്ത് വിടണം ഉച്ചയ്ക്ക് കുഞ്ഞുങ്ങൾക്ക്. ഇതിൻ്റെയൊക്കെ പരിധികൾ എത്രയായിരുന്നു. there were limitations. ഇന്നിപ്പോ എല്ലാം അഫ്ലുവൻ്റായി ധാരാളം. അപ്പൊ ഇന്ന് ചെയ്യേണ്ടത് എന്താ ചെയ്യണം? പഴയ കാലം മറക്കരുത്. എവിടെ ആയിരുന്നു എന്നുള്ളത് ഓർത്ത് സ്തോത്രം ചെയ്യും. നിശ്ചയമായി ഇത് വന്നിട്ടുള്ള നന്മകളെ നമുക്ക് അനുഭവിക്കാം. അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. അന്യവാസിയായിട്ടൊന്നും ജീവിക്കണമെന്നൊന്നുമില്ല. പക്ഷെ അത് ദൈവം തന്ന നന്മ മറ്റുള്ളവനോട് പ്രയോജനപ്പെടണം, നമുക്ക് വേണ്ടി മാത്രമല്ല. പക്ഷെ നന്മ അനുഭവിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, എൻ്റെ കൈമിടുക്കൊണ്ടോ എൻ്റെ ബുദ്ധി കൊണ്ടോ ഇതൊക്കെ ഞാൻ അങ്ങ് നേടിയെന്ന് ആരും പറയും. ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ദയ. പാടാറുണ്ട്, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയാ, ദൈവകരുണയാ. അതിൽ ആശ്രയിച്ചോണം, മറ്റൊന്നുമില്ല ആശ്രയിക്കാൻ. ദൈവം തന്ന നന്മയൊക്കെ നന്ദി പറഞ്ഞിടാൻ അല്ലേ?
ആള് പോരാ, നാവിത് പോരാ. ഒരു പാട്ടുണ്ടല്ലോ അല്ലേ? പാടണം. പാടിയാ പോരാ, അനുഭവത്തിൽ വെളിപ്പെടും. എപ്പോഴും പഴയ കാലം ഓർക്കാൻ കഴിയണം പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. ഇത് മാത്രമല്ല, ഇത് തലമുറയോട് പറഞ്ഞു കൊടുക്കണം. കുഞ്ഞുങ്ങൾ ഇന്നായിരിക്കുന്ന ആ സമൃദ്ധിയുടെ ഉന്നതിയുടെ മണ്ഡലങ്ങളെ മാത്രം കണ്ട് പഴയത് ഓർക്കാതെ വിസ്മരിച്ച് അഹങ്കാരികളായി തീരരുത്. എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ കഷ്ടപ്പെട്ടു എന്നെ വളർത്തി. അവിടുന്ന് ഇതുവരെ വന്നതിൻ്റെ രഹസ്യം ദൈവത്തിൻ്റെ കരുണയാണ്. അവരോട് അത് മനസ്സിലാക്കണം. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ, കുടുംബ പ്രാർത്ഥന നടത്താൻ, ഓരോ അനുഭവങ്ങൾ ഓരോ ദിവസവും പങ്കിടാൻ, ജീവിതത്തിൽ പ്രത്യേക സാഹചര്യത്തിൽ വലിയ പ്രതികൂലത്തിന് നടി വന്നപ്പോൾ ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വഴിയൊരുക്കിയതിനെ കുറിച്ചാണ് ഓരോ ദിവസവും ഓരോ എപ്പിസോഡ് ഇങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ച് ചെറുപ്രായത്തിൽ അനുഭവിച്ച ആ മേഖലകളെ കുറിച്ച് അവരോട് പറയുമ്പോൾ അവർക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും. ഒരു പക്ഷേ എല്ലാവരും അത് കേട്ടെന്നിരിക്കത്തില്ല, ചിലര് തള്ളിക്കളയും. സാരമില്ല, എന്നാലും പറയാതിരിക്കരുത്. പണ്ടത്തെ നാളുകളെ ഓർത്തോണം. പണ്ടത്തെ നാളുകളെ ഓർക്കുന്നത് അനുഗ്രഹമാണ്, നന്മയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. അവൻ ഈ മണിക്കൂറുകളിൽ അതുകൊണ്ട് സ്നേഹത്തോടെ പറയട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോടുകൂടെ ഉണ്ടെന്നുള്ളത്. ആ നന്ദി പറയുമ്പോൾ തന്നെ ദൈവം നമ്മുടെ അടുത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്, ദാവീദിന്റെ ജീവിതത്തിൽ അവന്റെ വിവേകത്തോടെ നടന്ന് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചത്. മൂന്നാമത്തെ കാര്യം, അവന് ശത്രുക്കളോടുള്ള മനോഭാവം. നമുക്കറിയാം, ശൗല് ദാവീദിന്റെ നിത്യശത്രുവായിരുന്നു. ദാവീദിന്റെ മേൽ അഭിഷേകം കൊടുത്ത നാൾ മുതൽ പിശാചവന്റെ പുറകെ കൂടിയെന്നല്ലേ. ദാവീദിനെ തീർത്ത് കളയാൻ ശൗല് പലവട്ടം ശ്രമിച്ചതാണ്, ഇത് നടന്നില്ല. എന്നാൽ ശൗൽ നിമിത്തം ദാവീദ് ഒരു വേട്ടമൃഗത്തെ പോലെ ഓടി, വീടും നാടും വിട്ടോടി, വനാന്തരങ്ങളിലും ഗുഹകളിലും പാർത്തു. സ്വന്തം നാട് വിട്ട് അന്യദേശത്തേക്ക് പോകേണ്ടി വന്നു. പ്രാണഭയത്തിൽ ഓടി ഒളിച്ച മനുഷ്യൻ. എത്ര ഭയങ്കരമായിരുന്നു അല്ലേ? എപ്പോൾ ഞാൻ ഇനി ഒരു നാൾ ശൗലിന്റെ കയ്യാൽ നശിക്കുകയേ ഉള്ളൂ എന്ന് ദാവീദ് വാഗുകൊണ്ട് പറഞ്ഞു. അത്ര ഭീതിയുടെ അന്തരീക്ഷങ്ങളിൽ കഴിഞ്ഞൊരു മനുഷ്യൻ തന്റെ നിത്യശത്രുവായ ഈ ശൗലിനെ കൈ കെട്ടിയൊരു എന്നുവെച്ചാൽ സാധാരണ കൈ കിട്ടലല്ല, ഒരു കൊന്നുകളയാനൊരു അവസരം. ദാവീദിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുക. ഒരു സ്ഥലത്തൊരു അന്തരത്തിൽ ചെന്ന് രാത്രിയായപ്പോൾ ശൗലും കൂട്ടരും എല്ലാം കൂടെ അവിടെ കിടന്ന് ഉറങ്ങുമ്പോൾ അടുത്ത മലയിൽ നിന്ന് ദാവീദും അവന്റെ അംഗരക്ഷകരും എൻ്റെ കൂടെ ഉള്ളവരും എല്ലാം കൂടെ വന്ന് നല്ല ഉറക്കം. എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അവൻ്റെ അടുത്തുനിന്ന് ആ കുന്തം തലയ്ക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ കൂട്ടുകാരൻ ബാല്യക്കാരൻ പറഞ്ഞു, യജമാനെ ഇവനെ കുത്തിക്കളയട്ടെ, ഒന്നുകളയാം, തറയോട് ചേർത്ത് കുത്തിയേക്കട്ടെ. നോ ചാവുക. അങ്ങനെ ചെയ്യാനൊരു അവസരം കിട്ടിയിട്ട് ദാവീദ് കൊന്നില്ല. ആരാ ഇങ്ങനെ ചെയ്യുന്നത്? അവനെ ആ ദൈവം സ്നേഹിക്കുന്ന കേട്ടോ. ഇവനെ ഇവിടെ വരെ വന്നൊരു തെളിവ് വേണ്ടേ? അതുകൊണ്ട് ദാവീദിന്റെ വസ്ത്രത്തിന്റെ അഗ്രം ഇച്ചിരി മുറിച്ചെടുത്തു, അതുകൊണ്ട് പോയി. എന്നിട്ട് അടുത്ത മലയെ ചെന്ന് നിന്നുകൊണ്ട് വിളിച്ചു, ശൗലിനെ വിളിച്ചു. അവൻ ശബ്ദം കേട്ടു, ദാവീദിന്റെ ശബ്ദം. വിളിച്ചു പോയി. അദ്ദേഹം ഇങ്ങോട്ട് മറുപടി പറയാ, നിന്റെ കാവൽക്കാരെന്തോ നിന്നെ നോക്കുന്ന, അവർക്ക് എന്നെ ഉത്തരവാദിത്വമുണ്ട്. നിന്റെ മരണത്തിന്റെ വാദം നിന്റെ മുന്നേ വന്നില്ലേ, നീ അപ്പൊ കളവ് പറയാണെന്നൊക്കെ അതാ ശൗല് വിചാരം. ഉടനെ പറഞ്ഞ നിന്റെ വസ്ത്രം ഒന്ന് പൊക്കി അന്ന് പിടിച്ചു നോക്കി, അതിന്റെ അറ്റം അതെന്റെ കയ്യിലുണ്ട്. അവിടെ വന്നത് മുറിച്ചുകൊണ്ട് ഞാൻ തന്നിട്ട് നിന്നെ കൊല്ലാൻ ഞാൻ മുതിർന്നില്ല. പിന്നെ എന്തിനാ നീ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് എന്ന് പറയുകയാണ് ദാവീദ്. പ്രിയപ്പെട്ടവരെ, ഈ മനോഭാവം നമുക്കുണ്ടോ? ഒരു ശത്രുവിനെ കൊല്ലണ്ട, അടുത്തു വരണ്ട, എന്തെല്ലാം ദോഷം പറയില്ലേ നാവുകൊണ്ട്. അതുകൊണ്ട് ഈ മേഖലയിൽ നമ്മൾ ശ്രദ്ധിക്കണമേ. ദൈവത്തിന് ദൈവം നിന്നെ അനുഗ്രഹിക്കണമെങ്കിൽ, നിന്റെ ശത്രുവിന് ദാഹിക്കണമെങ്കിൽ അവന് കുടിപ്പാൻ കൊടുക്കുക, വിശക്കുന്നെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്ന് ദൈവം തമ്പുരാൻ നമ്മോട് പറയും. ശൗലിന്റെ വസ്ത്രാഗ്രഹം മുറിച്ചതുകൊണ്ട് ദാവീദിന്റെ മനസ്സാക്ഷി കുത്തി എന്ന് തിരുവചനം രേഖപ്പെടുത്തി. അങ്ങനെ ആയിരിക്കണം ഒരു ദൈവത്തിന്റെ ഹൃദയം, മനസ്സാക്ഷി കുത്തുള്ളവരായി, തെറ്റിനോട് പോരാടുന്നവരായി ദൈവകൃപയിൽ ഇരിക്കാൻ ഇടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മുന്നോട്ട് വരുമ്പോൾ ജീവിതത്തിൽ 51-ാം സങ്കീർത്തനം 1-2 ജീവിതത്തിന്റെ പാപം കടന്നുകൂടിയപ്പോൾ അനുദപിച്ചേറ്റു പറയാൻ ദൈവം ദാവീദിന് ഭാഗ്യം കൊടുത്തു.
അത് ദൈവസന്നിധി വലിയ ഭാഗ്യം. നമ്മളത് കഴിഞ്ഞ എപ്പിസോഡ് ചിന്തിച്ചതാണ്, ഞാൻ വിസ്താരങ്ങളിലേക്ക് കടക്കുന്നത്. തെറ്റ് വന്നപ്പോൾ അത് ഏറ്റു പറയാൻ ഒത്തിരി കാര്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ അതേക്കുറിച്ച് ധ്യാനിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എപ്പോഴും ഓർത്തിരിക്കണം, ജീവിതത്തിൽ തെറ്റു വരാത്തവനെ അല്ല, വന്നാൽ ഏറ്റു പറയാൻ മനസ്സുണ്ടോ അങ്ങനെയുള്ളവനെ ദൈവം വിടുവിക്കും, കടാക്ഷിക്കും, രക്ഷിക്കും. ഈ മണിക്കൂറുകളിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ദൈവവചനം കേൾക്കുന്ന ഏർപ്പെട്ടവരുമേ ഒരിക്കലും ഒരു തെറ്റ് വെച്ചുകൊണ്ട് ഓടരുത്. നീ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. തെറ്റ് സംഭവിക്കും, ആർക്കും പറ്റാം. ചെറിയ കുറ്റവും വലിയ കുറ്റമൊന്നുമില്ല. വാട്ട് എവർ ബി യുവർ സിൻ, ദ എമൗണ്ട് ഓഫ് സിൻ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സിൻ, ആ പാപത്തിന്റെ ശക്തിയും അളവ് എത്ര വലുതായിക്കൊള്ളട്ടെ. കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞ രക്താംബരം പോലെ ചോന്നിരുന്നാലും ദൈവത്തിന്റെ അടുക്ക് വന്നേറ്റ് പറയാമോ? കരുണ ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ മണിക്കൂറുകളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവേ, ദാവീദ് തന്റെ വഴികളിലൊക്കെ വിവേകത്തോടെ നടന്നു. യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ദാവീദിന്റെ കൂടെ യഹോവ ഉണ്ടായിരുന്നോടെ അവൻ വിവേകത്തോടെ നടന്നു എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ നമ്മുടെ കൂടെ യഹോവ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഈ മണിക്കൂറുകൾ ഇടയാകട്ടെ. എൻ്റെ അടുക്കള മുതൽ ബെഡ്റൂം വരെ, വീട് മുതൽ ഓഫീസ് വരെ, കാർ മുതൽ എവിടെ വരെ, എല്ലാ മണ്ഡലങ്ങളിലും ദൈവം കൂടെ ഉണ്ടെന്നൊരു ഉറപ്പ് വേണം. ദൈവത്തിന് സ്തോത്രം. അടുത്തതായി നമ്മൾ ചിന്തിക്കുമ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ ദൈവസാന്നിധ്യത്തിന്റെ ശക്തി വെളിപ്പെടാൻ കാരണം തലമുറയോട് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ആപ്തവാക്യം എന്താ? ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവൻ എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്നു. നമുക്കറിയാം, ദാവീദിന്റെ മകനായ ശലോമോൻ അല്ലേ, ജ്ഞാനികളുടെ ജ്ഞാനി എന്നാണ് വിളിച്ച് അറിയപ്പെടുന്നത്. അപ്പൊ എവിടുന്ന് ലഭിച്ചു ഈ ജ്ഞാനം? ചിന്തിച്ചിട്ടുണ്ടോ? ദൈവത്തിങ്കൽ നിന്ന്. അതിന് കാരണമായതാ ആരാ? അല്ലെ, അതങ്ങനെ പറയാൻ കാരണം ഈ ജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ ശലോമോൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. ഈ ജ്ഞാനമൊക്കെ കിട്ടിയത് യഹോവ ഭക്തിയിൽ നിന്ന്, ദൈവത്തോടുള്ള ഭക്തിയിൽ നിന്നാണ് ലഭിച്ചത്. ജ്ഞാനം വേണോ? ഞാൻ ചെറുപ്പക്കാര് കുഞ്ഞുങ്ങൾ പഠിക്കുന്നവരോടൊക്കെ പറയും, നിങ്ങൾക്ക് ബുദ്ധിയില്ലയോ, നിങ്ങൾ ബൈബിൾ വായിക്കണം. ഒരു അഡ്വൈസ് കൂടെ കൊടുക്കുക. ഇംഗ്ലീഷ് വേദപുസ്തകവും മലയാള വേദപുസ്തകവും തുറന്ന് വായിക്കാം. അപ്പൊ ഇംഗ്ലീഷ് ഭാഷ നല്ലവണ്ണം മനസ്സിലാവും. അറിയാമത്തൊരു പുതിയ വാക്ക് ഇംഗ്ലീഷ് വരും, മലയാളത്തിൽ ബൈബിളിൽ അത് നല്ലവണ്ണം വേറെ ഡിക്ഷണറിക്ക് പോകണ്ട, ഒരു വലിയ അറിവ് കിട്ടും. തന്നെയുമല്ല, ദൈവശക്തി വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ദാറ്റ് ബ്രിങ്സ് പവർ. അത് ഓർമ്മിക്കട്ടെ, കേൾക്കുന്നവരെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഇടയാകട്ടെ ദൈവത്തെ. അപ്പൊ ഇവിടെ ഈ അറിവ് എവിടുന്ന് കിട്ടി? യഹോവഭക്തി ജ്ഞാനത്തിൽ തൻ്റെ അപ്പൻ ദാവീദിൽ നിന്ന് കിട്ടിയതാ. ചെറുപ്രായം മുതൽ ആടിനെ മേയിച്ചവനെ രാജകൊട്ടാരത്തിൽ വന്നപ്പോൾ ആ ഭക്തിയുള്ള മനുഷ്യൻ തൻ്റെ കൊട്ടാരത്തിൽ ആയിരുന്നപ്പോഴും ദൈവത്തെ മറന്നില്ല. മുമ്പേ പറഞ്ഞ പോലെ പണ്ടത്തെ നാളുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ സമയം കെട്ടെത്തിയ ആ ഭക്തനായ മനുഷ്യന്റെ മക്കൾ അല്ലെങ്കിൽ മകൻ ശലോമോൻ ബുദ്ധിയുള്ളവനായി തീർന്നത് ഈ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന അന്തരീക്ഷം. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ നാം വിളിച്ചപേക്ഷിക്കുന്ന ദൈവം ആശ്രയിച്ച് ജീവിക്കുന്നവന് ദൈവം കൊടുക്കുന്ന വിടുതലും മനസ്സിലാക്കാൻ ശലോമോന് ഭാഗ്യം ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ വലിയ ജ്ഞാനത്തിന്റെ ഉറവിടം അല്ലെങ്കിൽ ഉടമയായി അവൻ തീരുവാൻ ഇടയായി. ദൈവഭക്തിയിൽ ജീവിക്കുന്നെങ്കിൽ നമുക്ക് ഈ അനുഭവം ഉണ്ടാകും. തലമുറ ദൈവത്തെ അറിയുവാൻ ഇടയാകും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യന്റെ ഭാഗ്യം എന്നാ? ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ ബാങ്കിലെ സമ്പാദ്യമാണോ? അല്ല, തലമുറ നന്നായിരിക്കുന്നതാണ് ഏറ്റവും വലിയ, ദ ബിഗ്ഗസ്റ്റ് ട്രഷർ, ഏറ്റവും വലിയ സമ്പാദ്യം. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ അറിയുന്നവരായി ബുദ്ധിയോടെ ജീവിക്കുക എന്നുള്ളത്. അപ്പൊ അതിന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാൻ, വൃദ്ധനായാലോ അവന് വിട്ടുമാറുകയില്ല എന്ന് ദൈവവചനം പറയുന്നത് കൊണ്ട് ദൈവം മക്കളെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അപ്പനും അമ്മയും ദൈവത്തെ സ്നേഹിക്കണം. അപ്പനും അമ്മയും കുഞ്ഞുങ്ങൾ ഒന്നിച്ച് വന്നിരുന്ന് പ്രാർത്ഥിക്കണം. അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്നത് മക്കൾ കാണണം. ഈ മേഖലയിലൊക്കെ ദൈവം തമ്പുരാൻ ഇടയാക്കട്ടെ. അവർ അത് മനസ്സിലാക്കട്ടെ. ഹല്ലേലൂയ. അവരതിനെ സ്വീകരിക്കട്ടെ. പിന്നെ ഒരു പാറ്റേൺ നടന്നെടുക്കുവാൻ കഴിഞ്ഞ കാല ഭക്തന്മാർ, നമ്മുടെ പിതാക്കന്മാരൊക്കെ അങ്ങനെ ജീവിച്ചവർ. അതുകൊണ്ടാ ഇത്രത്തോളമൊക്കെ നന്മ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വഴികളിലും വിവേകത്തോടെ നടന്ന് അവരും ദൈവഭക്തിയുള്ളവരായി, ദൈവാശ്രയമുള്ളവരായി, ദൈവാനുഗ്രഹത്തോടെ ജീവിപ്പാൻ ദൈവം കൂടെ ഉണ്ടായിരിക്കണം. തലമുറയ്ക്ക് കൈമാറണം. തലമുറ കൈമാറി അണയാതെ ഞങ്ങൾ സൂക്ഷിക്കുന്ന. പണ്ട് രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ആയിരുന്ന കാലത്തിൽ മുദ്രാവാക്യം പിടിച്ചിട്ടുണ്ട്. ഇത് ആത്മീയത്തിന് ഈ ഒരു അനുഭവം ഉണ്ടാകും. നമ്മുടെ പിതാക്കന്മാരെ നടത്തിയ ദൈവം നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെ ആയുസ് തരുന്നിടത്തോളം ദൈവമേ അനുഗ്രഹത്തിന്റെ വഴികൾ നടക്കാൻ
ദൈവകൃപ തരണേ എന്നുള്ള നമ്മുടെ പ്രാർത്ഥനയായിരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവനാമത്തെ. അതുകൊണ്ട് ദാവീദിന്റെ വഴികളിൽ ദൈവം കൂടെ ഉണ്ടായിരുന്നു നാം ചിന്തിച്ച വിഷയങ്ങളല്ലേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവാശ്രയം. പണ്ടത്തെ നാളുകളെ ഓർത്തു. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിന്റെ പാപത്തിന്റെ വഴികളെ വന്നപ്പോൾ അത് ഏറ്റുപറഞ്ഞ് ക്ഷമ പ്രാപിക്കാൻ ദൈവമിടയാക്കി. എന്ന് മാത്രമല്ല, തനിക്ക് ലഭിച്ച അനുഗ്രഹം, ഭക്തിയുടെ മണ്ഡലങ്ങളെ, മർമ്മങ്ങളെ തലമുറയോട് പകർന്നു കൊടുക്കാൻ. അപ്പൊ ഈ പകർന്നു കൊടുത്താൽ എല്ലാവരും ശരിയാകണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഭാഗം നമ്മൾ ചെയ്തല്ലോ. അതിന്റെ മറ്റു മക്കളെ വല്ലരെ കുറിച്ച് ഓർക്കുമ്പോൾ ദുഃഖവും പ്രയാസവും ഒക്കെ. പക്ഷേ നാം ചെയ്യാനുള്ള ഉത്തരവാദിത്വം ചെയ്യാതിരിക്കരുത്. നമ്മൾ പറഞ്ഞാൽ കേട്ടില്ലല്ലോ. നോനോ പറയൂ. ഒരിക്കൽ മദ്യപാനിയായ ഒരു മനുഷ്യനോട് ഒരിക്കൽ പറഞ്ഞു, മദ്യപിക്കരുത് മക്കളെ എന്ന് പറഞ്ഞ് കേട്ടില്ലെന്ന് വിചാരിച്ച് പിറ്റേ ദിവസം നിർത്തരുത്. ഇപ്പൊ എപ്പോഴും ചെയ്യേണ്ടത് സ്നേഹത്തോടുള്ള സമീപനമായിരിക്കണം. മനസ്സിലാവും. നമ്മുടെ വാക്കുകൾക്ക് തന്നെ വളരെ വ്യത്യാസമുണ്ട്. ദേഷ്യപ്പെട്ട് പറയുന്നതും സ്നേഹത്തോട് പറയുന്നതിനും വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഈ മണിക്കൂറുകളിൽ ദൈവത്തിന് വചനം ശ്രദ്ധിക്കുന്നവരെ, എപ്പേർപ്പെട്ടവരുമേ ദൂരത്തും ചാരത്തുമായിരിക്കുന്നവരെ, ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ഉറപ്പ് വരുത്തണം. ദൈവം എന്നോട് കൂടെ ഉണ്ടോ? ബുദ്ധി കെട്ടവരായി തീരാതെ ബുദ്ധിയോടെ, വിവേകത്തോടെ, യോശുവ പറഞ്ഞ പോലെ ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും എന്ന് പറയാൻ. ഇന്നിപ്പം കുടുംബ ബന്ധങ്ങളൊക്കെ ഒത്തിരി തകരുന്ന അന്തരീക്ഷങ്ങളാണ് നമുക്കറിയാം. എന്താ? ദൈവഭക്തി പറയിലായിപ്പോയി. ഈ ദിവസങ്ങളിലൊക്കെ ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ദൈവപ്രമാണങ്ങൾക്കൊക്കെ എത്ര വിവിധമായിട്ടാണ് നിയമങ്ങൾ ഓരോന്നുണ്ടാകുന്നത്. ദൈവം വെച്ച വ്യവസ്ഥകളെയൊക്കെ തല്ലി തകർത്തുകൊണ്ട് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെ പേര് ഭയങ്കര അപകടങ്ങൾ സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ മുന്നിൽ വലിയ അപകടം വരാം. അതൊക്കെ ദൈവ ആലോചനയുള്ളവർക്കും ദൈവദൃഷ്ടിയുള്ളവർക്കും മനസ്സിലാക്കാം. അവിടെ നിൽക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയത്തുള്ളൂ. ഈ മണിക്കൂറുകളിൽ നാം ലഭിച്ച കൃപയ്ക്കും ദൈവശക്തിക്കും അനുസരിച്ച് ജീവിപ്പാൻ കർത്താവേ എന്ന കാര്യങ്ങൾ വിനയപ്പെടുന്നത്. പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട്? ദാവീദിന്റെ വഴികളിലൊക്കെ വിവേകത്തോടെ നടന്നു. ദൈവം അവനോടുകൂടെ, ദൈവം എന്നോടുകൂടെ ഉണ്ടോ എന്നൊന്ന് ശോധന ചെയ്തുകൊണ്ട് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അങ്ങേ പുത്രന് ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ ഈ മണിക്കൂറുകളിൽ ഞങ്ങൾ വീണ്ടും നിന്നെ നിന്റെ വചനം ധ്യാനിപ്പാൻ തന്ന എല്ലാ സാവകാശത്തിനായി സ്തോത്രം. വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തനം. ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ്. ദൈവം കൂടെയില്ലെങ്കിൽ ജീവിതം മുഴുവൻ പരാജയമാണല്ലോ. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ജീവിതം വിവേകത്തോടെ അനുഗ്രഹമായി തീരുമെന്ന് നീ ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം. അതുകൊണ്ട് വ്യക്തികളായും കുടുംബമായും വചനം ഏറ്റെടുത്തുകൊണ്ട് അനുഗ്രഹത്തിന്റെ മേഖലയിൽ അടുത്ത നാളുകളിൽ ദൈവപ്രസാദമുള്ളവരായി ജീവിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം അതിന്റെ മോഹം ഒഴിഞ്ഞു പോകുമ്പോൾ ദൈവേഷ്ടം ചെയ്യുന്നവനാണ് എന്നേക്കും ഇരിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നതാണല്ലോ കർത്താവ് ഏറ്റവും വലിയ ദൈവേഷ്ടത്തിന്റെ പൂർണ്ണത. അതിന്റെ പൂർണ്ണമായി അങ്ങ് സ്നേഹിക്കുവാൻ, ബഹുമാനിക്കുവാൻ, മാനിക്കുവാൻ കർത്താവ് എന്നോട് പറ്റിയിരിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും കൃപ തരണം. നിന്റെ നാമങ്ങളിൽ കൂടെ മഹത്വപ്പെടണം. എന്റെ വരവിനായി ഒരുക്കണമേ. എല്ലാ മഹത്വവും ദൈവകുഞ്ഞാടിന് അർപ്പിക്കുന്ന കർത്താവെ, ഇത്തരണത്തിൽ വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവര് വചനം കേൾക്കുന്നു. ആരും എന്റെ പ്രശ്നത്തിന് പരിഹാരം തരുമെന്ന് പറഞ്ഞ് വിളിക്കുന്നവരെ, നിലവിളിക്കുന്നവരുണ്ടല്ലോ. അവർക്കൊക്കെ തന്റെ വലങ്കരം നീട്ടി കർത്താവ് നിന്റെ വചനത്തിന്റെ ശക്തിയാ അവർക്ക് വിടുതലും സൗഖ്യവും സമാധാനവും നൽകി ആവശ്യങ്ങളിൽ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും ദൈവകുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവയിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.